മീഡിയസിലേക്ക് സ്വാഗതം. ഭ്രമയുഗം എന്ന സിനിമയെക്കുറിച്ച് മനസ്സിൽ വരുമ്പോൾ ഒന്ന് വേറെ ഒരു ലെവലിലേക്കാണ് പോകുന്നത്. അതായത് ഒരു തട്ടുപൊളിപ്പൻ സിനിമയല്ല പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മമ്മൂട്ടിയിൽ നിന്നുള്ള ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ്. ഇവിടെ ഇപ്പോൾ സെൻസർ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരുപാട് പേര് കമൻസിലൂടെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. മമ്മൂട്ടി 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഉള്ളോ എന്നുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സെൻസർ റിപ്പോർട്ടുകളിൽ നിന്ന് കിട്ടിയതായിട്ട് വരുന്ന ഡീറ്റെയിൽസിൽ മമ്മൂട്ടി 50 മിനിറ്റോളമാണ് ഈ സിനിമയിലുള്ളതെന്നാണ് അറിയുന്നത്. അതായത് 2 മണിക്കൂർ 20 മിനിറ്റോളമുള്ള സിനിമയിൽ വെറും 50 മിനിറ്റിൽ താഴെ അല്ലെങ്കിൽ 50 മിനിറ്റോളമാണ് മമ്മൂട്ടി ഉള്ളത് എന്നുള്ളതാണ്. അത് മോർ ദാൻ ഇനഫ് എന്ന് തന്നെ പറയാം. ഒരു വില്ലൻ ക്യാരക്ടറായിട്ടാണ് മമ്മൂട്ടി വരുന്നതെങ്കിൽ അത് ഈ ഒരു സിനിമയ്ക്ക് അത് തന്നെ മതി എന്നുള്ളത് തന്നെയാണ്. അതിന് മുകളിലേക്ക് 1 മിനിറ്റ് പോലും വേണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇന്ന് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽ അനുസരിച്ചിട്ടാണെങ്കിൽ ഈ ഒരു സിനിമ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അതിൻ്റെ നായകൻ അർജുൻ അശോകനാണ്. തേവൻ എന്നാണ് പേര്. ഒരു ഫോക്ലോർ സിംഗർ, നമ്മളറിയില്ലേ പുള്ളുവൻ പാട്ട് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം ഒരു ഈ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അടിമകളെ വിൽക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള അടിമകളെ വിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് മമ്മൂട്ടിയുടെ അടുത്തേക്ക് എത്തുന്ന ഒരു സംഭവം തന്നെയാണ്. ബാക്കിയാണ് കഥയുടെ മിസ്റ്ററി. ഇതിപ്പോൾ സിനോപ്സിസിലും കാര്യങ്ങളുമൊക്കെ വന്നേക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. എന്തായാലും മമ്മൂട്ടി ഇവിടെ 50 മിനിറ്റ് മാത്രമാണുള്ളതെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഈ സിനിമ ഇപ്പോൾ നിൽക്കുന്നത് സാധാരണ ഏതെങ്കിലും ഒരു സൂപ്പർ താരത്തിൻ്റെ സിനിമ വരുന്ന പോലെയല്ല. മികച്ച രീതിയിലുള്ള അഭിനയം കാണാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പലരുടെയും സംശയങ്ങളുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്ന് ഓടുമോ എന്നുള്ളത്. ഇവിടെ ഈ ഒരു സിനിമ കാണാൻ ഉദ്ദേശിക്കുന്ന ഭൂരിഭാഗം ജനങ്ങളും അവർക്ക് മികച്ച ഒരു സിനിമ കാണുക, ഒരു ദൃശ്യവിസ്മയം കാണുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ കുറേ സീൻസ് കണ്ട് എന്തെങ്കിലും ആകുക എന്നുള്ളതല്ല. ഈ ഒരു സിനിമ കാണുമ്പോൾ അവരുദ്ദേശിക്കുന്ന മമ്മൂട്ടിയുടെ കൊടൂരമായ പ്രകടനം, ഒപ്പം അർജുൻ അശോകനും അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു മികച്ച രീതിയിലുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രകടനത്തിനെയാണ് ആളുകൾ വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ അതാണ് ആളുകളുടെ മനസ്സിലെന്നുള്ളതാണ്. ആ രീതിയിലേക്ക് സിനിമ എത്തിക്കഴിഞ്ഞാൽ ഇത് കൊടും തീയായിരിക്കും എന്നുള്ളത് തന്നെയാണ്. സാധാരണ മിക്ക സിനിമയ്ക്കും വരുന്ന ഒരു പ്രശ്നമുണ്ട്. ഇത് തിയേറ്ററിൽ വന്ന് 50 കോടി നേടുമോ 100 കോടി നേടുമോ ആദ്യ ദിനം 500 കോടിയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യമല്ല. ഇവിടെ മികച്ച ആരാണ് ആദ്യം സിനിമ കാണാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം വല്ലാത്തൊരു അട്രാക്ഷനാണ് ഈ സിനിമയിൽ. ഇതിൽ 10 കോടി നേടുമെന്നോ 20 കോടി നേടുമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലുമുള്ള ഒരു സംഭവത്തിലേക്ക് ആളുകളുടെ മനസ്സ് പോകുന്നില്ല. ഇതിൽ ഹാർഡ് കോറായിട്ട് ആളുകളുടെ ഉള്ളിലേക്ക് എത്തുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഏത് രീതിയിലായിരിക്കും മമ്മൂട്ടി പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് വരാം. തീർച്ചയായും വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന വളരെ വ്യത്യസ്തമായി വരുന്ന ഒരു സിനിമയാണ്. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു. അതായത് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മൾ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ നമ്മൾ കേട്ട ഒരു കാര്യം, അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ അറിഞ്ഞ മമ്മൂട്ടി ഭ്രമയോഗം എന്ന ഒരു പ്രേതപ്പടത്തിൽ അഭിനയിക്കാൻ പോകുന്നുണ്ട്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മനയിലെ കാര്യം എന്നൊക്കെ പറഞ്ഞ് നാഗങ്ങളുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഈ പറഞ്ഞ പോലെ ഒരു മന്ത്രവാദി ആ രീതിയിലാണ് കേട്ടിരുന്നത്. അപ്പം അത് കഥ കേട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫസ്റ്റ് ലുക്ക് വരികയും പിന്നീട് നമ്മൾ കാണുന്നു മമ്മൂട്ടി യാത്രയുടെ ഷൂട്ടിങ്ങിലേക്ക് പോയി എന്നുള്ളത്. അതായത് ഏകദേശം 18-19 ദിവസം എന്തോ ആണ് എന്നാണ് എൻ്റെ ഓർമ്മ മമ്മൂട്ടി ഈ സിനിമയിലേക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങളും പടം എല്ലാം കഴിഞ്ഞ് തീർന്നു പോകുന്ന ഒരു കാര്യവും കണ്ടത്. എന്തായാലും വളരെ ചുരുങ്ങിയ ചിലവിൽ വളരെ ചുരുങ്ങിയ ഹൈപ്പിൽ വരുന്ന ഈ ഒരു സിനിമ ഏത് രീതിയിലാണ് അത്ഭുതപ്പെടുത്തുക എന്നുള്ളതാണ് നോക്കുന്നത്. ഒരു മമ്മൂട്ടി സിനിമ കാണാൻ ഇപ്പോൾ ആളുകൾ പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒന്നിനൊന്ന് വ്യത്യസ്തമായ സിനിമകൾ കാണാം എന്നുള്ള മോഹം കൊണ്ടാണ്. കണ്ടുമടുത്തിരിക്കുന്ന ഒരേ പാറ്റേൺ സ്ഥിരമായി നമ്മളുടെ നായകന്മാരെ അല്ലെങ്കിൽ ഒരു നടനിൽ കാണാവുന്ന കാര്യങ്ങൾ കണ്ട് മടുത്ത ജനങ്ങൾ വ്യത്യസ്തത തേടുമ്പോൾ അത് മമ്മൂട്ടിയിലേക്ക് ചേക്കേറുന്നു. ഇവിടെ ആരാധകർ എന്നല്ല, മനുഷ്യർ, അതല്ലെങ്കിൽ സിനിമ കാണാൻ ആഗ്രഹമുള്ളവർ. എന്താണെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് ആദ്യം തന്നെ ബുക്ക് ചെയ്യുക എന്നുള്ളത് ഒരുമാതിരിപ്പെട്ട ഒട്ടുമിക്ക ഈ സിനിമകൾ കാണുന്ന ആളുകൾക്കുള്ള ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ്. ബാക്കി ഒരുപാട് പേരുണ്ട് ഏത് സിനിമ വന്നു കഴിഞ്ഞാലും അഭിപ്രായങ്ങളും കാര്യങ്ങളുമൊക്കെ അറിഞ്ഞു പോകുന്നത്. എന്താണേലും മികച്ച പ്രകടനം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തണം. ഡേറ്റ് മീഡിയാസ്.